പ്രവാസിയായാൽ കരയേണ്ടവനാണ്, അവൻ സഹിക്കേണ്ടവനാണ്, അവൻ മെഴുകുതിരി പോലെ ഉരുകിത്തീരേണ്ടവനാണ് തുടങ്ങിയ ക്ലീശ. നിങ്ങൾ ഒരു പ്രവാസിയാണോ അല്ലെങ്കിൽ പ്രവാസിയുടെ കുടുംബക്കാരാണോ, ആരാണെങ്കിലും 100 ദിവസത്തെ ഒരു ചാലഞ്ച് നമ്മൾ ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു 100 ദിവസത്തെ കണ്ടിന്യൂസ് വീഡിയോ ഇറക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ഈ ചിത്രമാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെ സ്ട്രെസ്സ്, അത് അൺഹാപ്പി ആയിരിക്കുന്ന ആളുകളാണ് 70% കാണുന്നത്. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിച്ചതും ഞാൻ അനുഭവിച്ചതുമായ കാര്യങ്ങൾ, എങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം കെട്ടിപ്പടുക്കാം, ഏത് ദുരിതത്തിൻ്റെ ഇടയിലും ഏത് പ്രയാസത്തിൻ്റെ ഇടയിലും എങ്ങനെ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ജീവിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ കരിയറിലും എങ്ങനെ ഉന്നതിയിലെത്താം എന്ന വീഡിയോയാണ് ഈ ദിവസങ്ങളിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. വരെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുമായി കണക്റ്റായ ആളുകൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ വലിയ ഉൾക്കാഴ്ചയുണ്ടാവുന്ന ടോപ്പിക്കുകളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നമ്മൾ റീൽസുകൾ, ഷോർട്സുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും, പല സ്റ്റീരിയോ ടൈപ്സുകൾ, പ്രവാസിയായാൽ കരയേണ്ടവനാണ്, അവൻ സഹിക്കേണ്ടവനാണ്, അവൻ മെഴുകുതിരി പോലെ ഉരുകിത്തീരേണ്ടവനാണ് തുടങ്ങിയ ക്ലീശകളിലൂടെ നമ്മുടെ മനസ്സിനെ ബാധിച്ച നെഗറ്റിവിറ്റികളെ എങ്ങനെ എടുത്ത് പുറത്തിടാം, വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ചിരിക്കുന്ന പല മുഖങ്ങളെയും കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഒതുക്കി ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നമുക്ക് അള്ളാഹു ജീവിതം നൽകിയത് സന്തോഷിക്കാനാണ്, ദുഃഖിക്കാനല്ല. എന്നാൽ ആ ഒരു സന്തോഷം തീർച്ചയായും നമ്മുടെ ചോയ്സാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. അതായത് 2 പിതാക്കന്മാർ സഞ്ചരിച്ച് ഒരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു കടപ്പുറത്ത്. ആ കടപ്പുറത്ത് ഇരുന്നപ്പോൾ ഒരാൾ സന്തോഷത്തിലാണ്, ഒരാൾ ദുഃഖത്തിലാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ഈ സന്തോഷമുള്ള ആൾ ദുഃഖിക്കുന്നയാളോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇന്ന് വലിയ ദുഃഖത്തിൽ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ കടപ്പുറത്തേക്ക് വന്നത് എൻ്റെ മകൻ എന്നെ ഇറക്കിയതാണ്, കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തതാണ്. അങ്ങനെ സ്വന്തമായി വരാൻ കഴിയാത്ത രൂപത്തിൽ ഒരു ബലഹീനനായല്ലോ ഞാൻ എന്ന് ആലോചിച്ച് ഞാൻ ദുഃഖിച്ചതാണ്, ഞാൻ വിഷമത്തിലാണ്. അപ്പോൾ ഈ ദുഃഖിച്ച ആൾ മറ്റേയാളോട് ചോദിക്കുന്നത്, നിങ്ങളെന്താണ് ഇത്ര സന്തോഷവാനെന്ന്? അയാൾ പറഞ്ഞു, എന്നെ ഇന്ന് ഈ കടപ്പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്തത് എൻ്റെ മകനാണ്. അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനൊരു മകനെ എനിക്ക് കിട്ടിയല്ലോ, അവന് അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അവനുണ്ടായല്ലോ. സംഭവിച്ചത് ഒരേ കാര്യമാണ്, പക്ഷേ 2 പേരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മുടെ സന്തോഷം നമ്മുടെ ചോയ്സാണ് എന്നത്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് കണ്ണ് പൂട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്ന ചിന്തകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക, എത്ര നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു, എത്ര പോസിറ്റീവ് കടന്നു പോകുന്നു എന്നത്. തീർച്ചയായും ഓരോ ടോപ്പിക്കുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റിവിറ്റി മാറി പോസിറ്റിവിറ്റി കടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പലപ്പോഴും നിങ്ങൾ കേട്ട ഓരോ ടേംസുകളുണ്ടാവും, പക്ഷേ അതെങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം? കോമണായി സംസാരിക്കുന്ന മോട്ടിവേഷനിലാകട്ടെ, മൈൻഡ് ട്രെയിനിങ്ങുകളാകട്ടെ, പ്രവാസിയെ മാത്രം ഉദ്ദേശിച്ച് വീഡിയോയിൽ ചെയ്യലുണ്ടാവില്ല. പക്ഷേ ഞാനൊരു പ്രവാസ ലോകത്ത് നിന്ന് ഓരോ പ്രവാസിയുടെയും ഓരോ ദുഃഖങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
ഇന്നലത്തെ വീഡിയോ ചെയ്തപ്പോൾ, ഇന്നലത്തെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിലിട്ട സമയത്ത് എനിക്ക് കിട്ടിയ റെസ്പോൺസ്, പലരും എന്നെ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്തു. പലരും പറഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ പ്രവാസ ലോകത്തേക്ക് എത്തിയത്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പ്രയാസങ്ങൾ. ഫസ്റ്റ് ഘട്ടം വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഓരോ നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ അനുഭവിക്കുന്നതും, പോകാനിരിക്കുമ്പോൾ അനുഭവിക്കുന്നതും, നാട്ടിലുള്ള കോളുകൾ വരുമ്പോൾ, നാട്ടിൽ നിന്ന് കളക്ഷൻസിൻ്റെ പിരിവുകൾ വരുമ്പോൾ, തുടങ്ങി ഓരോ സാമ്പത്തികമായ അവസരം മാത്രമല്ല, ലോൺലിനെസ് അടക്കം, ഹോം സിക്നെസ് അടക്കം, സ്ട്രെസ്സുകളും തുടങ്ങിയ നിരവധിയായ മാനസികമായ മെൻ്റൽ ഇഷ്യൂസുകളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ആവാം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് വലിയ മാറ്റം സന്തോഷത്തോടുകൂടെ, നമ്മൾ മാത്രമല്ല, നമ്മൾ സന്തോഷിക്കുമ്പോൾ ചുറ്റുപാടും സന്തോഷിക്കുന്നു, നമ്മുടെ ഫാമിലിയും നമ്മുടെ കുടുംബവും നമ്മളെ നാടും എല്ലാം മാറ്റാനുള്ള വലിയൊരു മുന്നേറ്റമായി ഈ വീഡിയോ സീരീസ് മാറട്ടെ. അതിന് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചാലഞ്ചിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ നിങ്ങളുണ്ടാവുമെന്ന വിശ്വാസത്തോടു കൂടെ. അസ്സലാമു അലൈക്കും.